നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എല്ലാം തട്ടിമറിച്ച് നശിപ്പിക്ക്. എടാ, നീ എത്ര ബഹളം കൂട്ടിയാലും നിന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വിടുന്ന പ്രശ്നമില്ല. ഋഷി എന്തായാലും ഗോപിയെ മാത്രമേ വിവാഹം കഴിക്കുമെന്ന് അവൾക്ക് വാക്ക് കൊടുത്ത സ്ഥിതിക്ക്, സ്വകാര്യമായി കല്യാണ നിശ്ചയം നടത്താന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ എന്റെ ഋഷിയെ പ്രതീക്ഷിക്കുന്നതിൽ എന്താ അർത്ഥം? ഋഷിക്ക് എന്നോട് വെറും ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളമ്മ. അവൻ പ്രണയിക്കുന്നത് ഗോപികയെ മാത്രോ? അതിപ്പോ എനിക്ക് വ്യക്തമായി. മോളെ, ഋഷിയെ നഷ്ടപ്പെട്ട എനിക്കത് താങ്ങാൻ പറ്റില്ലമ്മ. അത്രമാത്രം ഞാൻ ഋഷിയെ സ്നേഹിച്ചുപോയി. ഋഷിയെ നഷ്ടപ്പെട്ട പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നേ? അവര് തമ്മിലുള്ള വിവാഹമൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ. ഋഷിയെ നിനക്ക് നഷ്ടപ്പെടില്ല, അമ്മയാ പറയുന്നത്. അമ്മ എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മോളെ, ഇതും ലാപ്ടോപ്പിന്റെ കേസ് മാതിരിയാ. അന്ന് ഞാൻ ഗോപികയുടെ പുതിയ ലാപ്ടോപ്പ് സംഘടിപ്പിച്ചു തന്നില്ലേ നിനക്ക്? അതുപോലെ നീ ആഗ്രഹിക്കുന്ന ഋഷിയെയും ഞാൻ നിനക്ക് തന്നെ തന്നിരിക്കും. അതെങ്ങനെ? പറയാം. എങ്ങനെയുണ്ട്? അല്ല, ഇത് വർക്കൗട്ട് ആവോ? വർക്കൗട്ട് ആവും, പക്ഷേ നീ ഞാൻ പറയുന്ന പോലെ പ്രവർത്തിക്കണം. ആ ഉറപ്പ് നീ തന്നേ പറ്റൂ. അമ്മ പറയും പോലെ ഞാൻ പ്രവർത്തിച്ചോളാം, ഉറപ്പ്. അതെ, ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. എന്താ? ഞാൻ നാളെ മുതലേ ജോലിക്ക് പോവാ. നിങ്ങൾക്ക് ജോലി കിട്ടിയോ? കിട്ടി. ഗോപി എനിക്ക് വേണ്ടി ശുപാർശ ചെയ്ത ജോലിയില്ലേ, അത് തന്നെ കിട്ടിയത്. എന്റെ ഈശ്വര, എനിക്ക് ഇപ്പോഴാ സമാധാനമായത്. ഇന്ന് ഇന്റർവ്യൂ കഴിഞ്ഞു, എല്ലാം ഓക്കെയാണ്. നാളെ മുതൽ ജോലിയിൽ ജോയിൻ ചെയ്യാൻ അവർ പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ എല്ലാ ക്രെഡിറ്റും ഗോപിയേക്കാ. ഇതിന്റെ ക്രെഡിറ്റ് ഒന്നും എനിക്ക് അവകാശപ്പെട്ടതല്ല. ഞാൻ ഋഷി സാറിനോട് അനീഷേട്ടന്റെ ജോലിക്കാരെ ശുപാർശ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇന്റർവ്യൂവിൽ അവര് ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായിട്ടും സ്മാർട്ടായിട്ടും അല്ലേ അനീഷേട്ടന് ഉത്തരം കൊടുത്തത്. അനീഷേട്ടന്റെ പെർഫോമൻസ് കൊണ്ട് തന്നെയാ അനീഷേട്ടന് ജോലി കിട്ടിയത്. അതുകൊണ്ട് ഇതിൽ അനാവശ്യമായിട്ടുള്ള ഒരു ക്രെഡിറ്റോ എനിക്ക് വേണ്ട. ഞാൻ പറഞ്ഞില്ല അനീഷേട്ടാ ജോലി കിട്ടുമെന്ന്. ഇപ്പൊ മഞ്ചേച്ചിയുടെ ടെൻഷനൊക്കെ മാറിയില്ലേ? ഓ, ഇപ്പോഴേ എന്റെ ടെൻഷനൊക്കെ മാറിയത് മോളെ. എനിക്ക് ഒരുപാട് സന്തോഷായി. അനീഷിന് ജോലി കിട്ടിയോ? കിട്ടിയമേ, നാളെ ജോയിൻ ചെയ്യും. കൺഗ്രാറ്റുലേഷൻസ് അനീഷേട്ടാ. താങ്ക് യു അഞ്ജു. അനീഷിന് ജോലി കിട്ടിയത് എന്തായാലും നന്നായി. ജോലി കിട്ടിയ സ്ഥിതിക്ക് നിനക്ക് മാസാമാസം കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് മിച്ചം പിടിച്ച് എത്രയും പെട്ടെന്ന് അഞ്ജിതയെ കല്യാണം കഴിപ്പിച്ച് അയക്കണം. അമ്മ എന്താ അങ്ങനെ പറഞ്ഞേ? മൂത്തവരായ ദേവികയും ഗോപികയും കല്യാണം കഴിക്കാതെ വീട്ടിലിരിക്കുമ്പോ അവർക്ക് മുമ്പേ അഞ്ജിതയ്ക്ക് എങ്ങനെയാ കല്യാണം നടത്താനാവുക? അല്ല, നിന്റെ പെങ്ങളായ അഞ്ജിതയെ കല്യാണം കഴിപ്പിക്കേണ്ടത് ചേട്ടനായ നിന്റെ ഉത്തരവാദിത്വവും കടമയല്ലേ അനീഷേ? ഇവരും എന്റെ പെങ്ങന്മാര് തന്നെയല്ലേ അമ്മേ? ദേ, അമ്മ എങ്ങനെ അഞ്ജിതയുടെ കാര്യത്തിൽ ധൃതി ഒന്നും കൂട്ടണ്ട. എല്ലാം യഥാസമയം നടക്കേണ്ടതുപോലെ നടക്കും. അതിനുവേണ്ടി നിങ്ങൾ ഇത്തിരി ക്ഷമ കാണിച്ചാൽ മതി. അല്ലെങ്കിൽ ഈ വീട്ടിൽ എന്റെ വാക്കിനാരും വില കൽപ്പിക്കാറില്ലല്ലോ. ഓ, നീ വാ അഞ്ജു, നിന്റെ കല്യാണം ഇവൻ എപ്പോഴോ നടത്തട്ടെ, അല്ലാതെ ഞാനെന്ത് പറയാനാ? വാ. ജോലി കിട്ടിയില്ല, അപ്പോഴേക്കും തള്ള തുടങ്ങി. അനീഷേട്ടാ, വേണ്ട വേണ്ട, അധികം കെട്ടിപ്പിടുത്തൊന്നും വേണ്ട. പൊടി. എടി, ഒരു ജോലി സമ്പാദിക്കാൻ കഴിവില്ല എന്ന് പറഞ്ഞ് എന്നെ അപമാനിച്ചോളല്ലേ നീ?
അത് പിന്നെ അന്നേരത്തെ ഒരു വിഷമത്തിന്. വേണ്ട വേണ്ട, നീ ഒന്നും പറയണ്ട. അനീഷേട്ടാ, ജോലി കിട്ടി അനീഷേട്ടന്. സിധു, ഇത് കഴിച്ചേ. എനിക്ക് വേണ്ട. നിന്നോട് കഴിക്കാൻ പറഞ്ഞില്ലേ? എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ല അച്ഛാ. കഴിക്കും മോനെ, മുത്തശ്ശിയല്ലേ പറയുന്നത്. മോനെ അമ്മ വാരി തരാട്ടോ. ആ, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലമ്മേ. എനിക്ക് പുറത്തു പോകണം, എനിക്ക് പാർക്കിൽ പോകണം, എനിക്ക് കളിക്കണം. പാർക്കിലൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. നീ ഇത് കഴിച്ചേ. ഇല്ല, എന്നെ പാർക്കിൽ കൊണ്ടുപോകണം, ഞാൻ കഴിക്കില്ല. സിധു, മര്യാദയ്ക്ക് കഴിച്ചേ. അമ്മ തരാം, ഇത് കഴിച്ചേ. ദാ, ആ, വേണ്ട, എനിക്ക് വേണ്ട. പോണെന്ന് എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട, എനിക്ക് കളിക്കാൻ പോണം. സിധു പറയുന്ന കേക്ക്. സിധു പറയുന്ന കേക്ക്. നശിപ്പിക്ക്. എല്ലാം തട്ടിമറിച്ച് നശിപ്പിക്ക്. എടാ, നീ എത്ര ബഹളം കൂട്ടിയാലും നിന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വിടുന്ന പ്രശ്നമില്ല. സോമേശ്വരനെ വിളിക്കുന്നത്. എനിക്ക് പുറത്ത് പോണം, 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 എനിക്ക് പോണം. പറയുന്ന കേക്ക്. ഇരിക്ക്, ഇരിക്കാൻ. ഇരിക്ക്. ഹാ, നമസ്കാരം. നമസ്കാരം. എന്താ അവിടെ ഒരു ബഹളം? ഹാ, സിദ്ധുവാ. അവന് പുറത്ത് പാർക്കിൽ പോണോ? അവിടെ കൊണ്ടുപോയി എങ്ങനെ ശരിയാവുക? അതിനെന്താ കുഴപ്പം? ആരെങ്കിലും ഒരാൾ അയാളുടെ ഒപ്പം പോയാ പോരെ? അല്ല, അത് എനിക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ആ, പറയൂ. സിദ്ധാർത്ഥന്റെ കാര്യത്തില് ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ആ, അയാളെ ഇനി വീട്ടിലിരുത്തി ചികിത്സിച്ചാൽ ശരിയാവില്ല. ഉം, മോൻ ആഗ്രഹിക്കുന്ന പോലെ മോനെ പാർക്കിൽ കൊണ്ടുപോകണം. ആ, ഇനിയുള്ള മരുന്ന് സേവ അവിടെ വെച്ചിട്ടാവാം. നിങ്ങളുടെ വീടിന് സമീപത്തെ പാർക്കിൽ ഞാൻ എൻ്റെ ആളിനെ അങ്ങോട്ട് അയക്കാം. അയാൾ അവിടെ വെച്ച് സിദ്ധാർത്ഥന് മരുന്ന് കൊടുത്തോളും. അതാവും നല്ലത്. അല്ല, പാർക്കിലൊക്കെ എന്റെ ആൾ അവിടെ ഉണ്ടാവുമല്ലോ, അയാളെ നോക്കിക്കോളും. നിങ്ങൾക്കിതിൽ വിശ്വാസം ഉണ്ടെങ്കിൽ മതി. അയ്യോ, അങ്ങേ എനിക്ക് വിശ്വാസമാണ്. പറഞ്ഞ പോലെ ഞാൻ അവനെ പാർക്കിൽ അയക്കാം. എന്നാ ശരി, ഇന്ന് മുതൽ തുടങ്ങാം. ഞാൻ ഇപ്പൊ തന്നെ ആളെ അയക്കാം. ആ, മഹാദേവൻ മോനെ പാർക്കിലേക്ക് അയച്ചോളൂ. ഓ, ആ, ആ, ആയിക്കോട്ടെ. ശരി സോമേച്ച. എന്താ സ്വാമീച്ചൻ പറഞ്ഞേ? രോഗി ഇച്ഛിച്ചതും പാല്, വൈദ്യര് കൽപ്പിച്ചതും പാലെന്നതുപോലെയായി കാര്യങ്ങൾ. ഒന്ന് തെളിച്ചു പറയേ. പാർക്കിൽ പോവാൻ വേണ്ടിയിട്ടല്ലേ നമ്മുടെ മുനി പിടിവാശി കാട്ടുന്നത്. ഇപ്പൊ വൈദ്യരും അതാ പറയുന്നത്, സിദ്ധുവിനെ എന്നും പാർക്കിലേക്ക് അയക്കണമെന്ന്. അവന്റെ മരുന്നിനി അവിടെ വെച്ച് കൊടുക്കാന്ന്. ഓ, അതിനുവേണ്ടി ഒരാളെയും വൈദ്യര് പാർക്കിലേക്ക് അയക്കും. ഇത് കേൾക്കുമ്പോ അവന് സന്തോഷാവും. അവനെ പാർക്കിലേക്ക് അയക്കാൻ മഹേട്ടന് സമ്മതാണല്ലോ അല്ലേ? അതല്ലേ ഞാനിപ്പോ വൈദ്യരോട് പറഞ്ഞത്. എന്നാ ഞാൻ ചെന്ന് അവനോട് പറയട്ടെ. ആ, ശരി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.